നമ്മളെല്ലാവരും കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ് വയനാടുണ്ടായ ദുരന്തത്തിൽ അവിടുത്തെ രക്ഷാപ്രവർത്തനങ്ങൾക്കായിട്ട് ബെയിലി പാലം സൈന്യം നിർമ്മിച്ചത്. അപ്പോൾ എന്താണ് ഈ ബെയിലി പാലം എന്ന് നമുക്ക് നോക്കാം. വലിയ ചരിവുള്ള ദുർഘടമായ പ്രദേശങ്ങളിൽ അടിയന്തരമായി പണിയുന്ന പാലമാണ് ബെയിലി പാലം. ദുരന്ത നിവാരണത്തിനും സൈനികാവശ്യങ്ങൾക്കുമാണ് ഇന്ന് ഇത്തരം പാലം നിർമ്മിക്കുന്നത്. മുമ്പ് തന്നെ നിർമ്മിച്ചു വെച്ച ഭാഗങ്ങൾ പെട്ടെന്ന് തന്നെ ഇത് നിർമ്മിക്കേണ്ട സ്ഥലത്തെത്തിച്ച് കൂട്ടിച്ചേർത്താണ് ഇത് നിർമ്മിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായി സിവിലിയൻ ആവശ്യങ്ങൾക്കായി ബെയിലി പാലം നിർമ്മിച്ചത് പമ്പാ നദിക്ക് കുറുകെ കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിലെ റാന്നിയിലാണ്. റാന്നിയിലെ പമ്പാ നദിക്ക് കുറുകെയുള്ള 36 വർഷം പഴക്കമുള്ള റാന്നി പാലം തകർന്നപ്പോഴാണ് പാലത്തിന് പകരം ഇത്തരം താൽക്കാലിക പാലം സൈന്യം നിർമ്മിച്ചത്. അടുത്ത 2 മാസത്തേക്ക് ഈ പാലത്തിലൂടെയാണ് ഭാരം കുറഞ്ഞ വാഹനങ്ങൾ നദി കുറുകെ കടന്നത്. 1996 നവംബർ 8-നാണ് റാന്നിയിൽ സൈന്യം ബെയിലി പാലം നിർമ്മിച്ചത്. ഏറ്റവും ഉയരത്തിൽ നിർമ്മിക്കുന്ന ഉരുക്ക് കൊണ്ടുള്ള സവിശേഷ പാലമാണിത്. ആദ്യമായി സൈനികാവശ്യത്തിനായി ഇത്തരം പാലം നിർമ്മിച്ചത് കാശ്മീരിലാണ്. ലഡാക്കിലെ ദ്രാസ് നദിക്കും സുറു നദിക്കും ഇടയിൽ ആണിത് നിർമ്മിച്ചത്. അതിന് 30 മീറ്റർ നീളമുണ്ടായിരുന്നു. സമുദ്രനിരപ്പിൽ നിന്നും 5602 മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ ആർമിയാണ് ഇത് സ്ഥാപിച്ചത്. 1942 രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടീഷുകാരനായ ഡൊണാൾഡ് ബെയ്ലിയാണ് ആദ്യമായി ഇത്തരമൊരു പാലം ഉണ്ടാക്കിയത്. ഉത്തരാഫ്രിക്കയിലാണിത് ബ്രിട്ടീഷ് സൈന്യത്തിനായി നിർമ്മിച്ചത്. ബ്രിട്ടീഷുകാർ രണ്ടാം ലോക മഹായുദ്ധകാലത്താണ് ഇത് രൂപപ്പെടുത്തിയത്. ഇത്തരം പാലങ്ങൾ ബ്രിട്ടീഷ്, കനേഡിയൻ, അമേരിക്കൻ കരസേനയിലാണെന്ന് ഇത്തരം പാലങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിച്ച് വരുന്നത്. ഇവയ്ക്ക് പല ഗുണങ്ങളും ഉണ്ട്. ഇവ നിർമ്മിക്കാൻ പ്രത്യേക ഉപകരണങ്ങളുടെ ആവശ്യമില്ല. കൂട്ടിച്ചേർത്താൻ ഭാരം കൂടിയ യന്ത്രങ്ങളും വേണ്ട. തടി കൊണ്ടും സ്റ്റീൽ കൊണ്ടും മുമ്പ് തന്നെ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ഇതിന്റെ ചെറുഭാഗങ്ങൾ ഭാരം കുറഞ്ഞതും ചെറുതുമായതിനാൽ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരിടത്തേക്ക് ട്രക്കിൽ കൊണ്ടുപോകാൻ പ്രയാസമില്ല. ഭാരം കുറഞ്ഞ ഭാഗങ്ങളായതിനാൽ കൈകൊണ്ട് തന്നെ വെച്ച് പിടിപ്പിക്കാം. ക്രെയിനിന്റെ ആവശ്യം വരുന്നില്ല. പക്ഷേ ഇവ നല്ല ഉറപ്പുള്ളതാണ്. വലിയ ടാങ്കുകളെ വരെ ഇതിലൂടെ കടത്തിവിടാം. സിവിൽ എഞ്ചിനീയറിംഗിൽ ഇവ വളരെ കാര്യങ്ങൾക്കായി ലോകവ്യാപകമായി ഉപയോഗിച്ചു വരുന്നു. നിർമ്മാണ പ്രവർത്തന സമയം ഇവ ഉപയോഗിച്ച് താൽക്കാലികമായി നടപ്പാതകളും ചെറുവാഹനങ്ങൾക്കുള്ള പാലവും നിർമ്മിക്കാം. രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ഡൊണാൾഡ് ബെയ്ലി ആദ്യമായി ഇത്തരം പാലം നിർമ്മിച്ചത്. യുദ്ധത്തിന് സഹായകമായി ഉത്തരാഫ്രിക്കയിൽ ബ്രിട്ടന്റെ ടാങ്കുകൾക്ക് ദുർഘടമായ മലനിരകൾ കടന്നു പോകാനായിട്ടാണ് ഇത് നിർമ്മിച്ചത്. ഒരു ഹോബി പോലെയാണ് അദ്ദേഹം പാലങ്ങൾ നിർമ്മിച്ചിരുന്നത്. അതിൽ ഒരു പാലത്തിന്റെ മാതൃക തന്റെ മേലുദ്യോഗസ്ഥനെ കാണിക്കുകയും അതിലെന്തോ ഉപയോഗക്ഷമത കണ്ട അദ്ദേഹം അത് നിർമ്മിക്കാൻ അനുമതി നൽകുകയും ചെയ്തു. മിലിറ്ററി എഞ്ചിനീയറിംഗ് എക്സ്പെരിമെന്റൽ എസ്റ്റാബ്ലിഷ്മെന്റിൽ 1941-ലും 1942-ലും ചേരുകയും ഈ പാലം ഉണ്ടാക്കി പരീക്ഷിക്കുകയും ചെയ്തു. പലതരത്തിൽ അത് നിർമ്മിച്ചു നോക്കി. താങ്ങുപാലം, ആർച്ചുപാലം, പരന്ന ട്രസ് പാലം എന്നിങ്ങനെ പല രൂപത്തിലും ഉണ്ടാക്കി. ആവോൺ നദിക്കും സ്റ്റൗർ നദിക്കും അടുത്തുള്ള ചതുപ്പ് പ്രദേശത്തെ കുറുകെ മുറിക്കുന്ന മദർ സില്ലേഴ്സ് ചാനലിന് മുകളിലൂടെയാണിത് ആദ്യം നിർമ്മിച്ചത്. അങ്ങനെ അനേകം പരീക്ഷണ നിർമ്മാണത്തിനും ഉപയോഗത്തിനും ശേഷം ഇത് കോർപ്സ് ഓഫ് റോയൽ മിലിറ്ററി എഞ്ചിനീയേഴ്സിനായി നൽകപ്പെട്ടു. അങ്ങനെ ഉത്തരാഫ്രിക്കയിൽ 1942 ഇത് ഉപയോഗിക്കപ്പെട്ടു. 1944 ആയപ്പോഴേക്കും ഇത് കൂടുതൽ നിർമ്മിച്ചു തുടങ്ങി. US ഇതിന് അനുമതി കൊടുത്തു. അവർ അവരുടേതായ രൂപകൽപ്പനയാണ് പിന്തുടർന്നത്. ബെയ്ലിക്ക് തന്റെ കണ്ടുപിടുത്തത്തിന് പ്രഭു പദവി ലഭിക്കുകയുമുണ്ടായി. ഇന്നും ഇത്തരം പാലം ഉണ്ടാക്കി ഉപയോഗിച്ചു വരുന്നു.